ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു തലശ്ശേരി ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബ്ലസ്സിനെയാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു രീതിക്കാണ് ഞാൻ ഈ ബിരിയാണി ചെയ്തിട്ടുള്ളത്. അധികം മസാലകളൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെയാണ് വീട്ടിലൊക്കെ എപ്പോഴും ചെയ്യണത്. അധികം മസാലയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് നമുക്ക് കുറച്ച് സവാള ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലോണം സവാള നമുക്ക് പൊരിച്ചെടുക്കാനുണ്ട്. അതായത് ചിക്കനിലേക്കും നമ്മൾ പൊരിച്ച സവാള ചേർക്കണം. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടും പൊരിച്ച സവാള ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 8 സവാള കനം കുറച്ച് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരണ വരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ പൊരിച്ച സവാളയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. മറ്റേ സവാള കുറച്ച് മാത്രമാണ് ചേർക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര അധികം സവാള നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ സവാള ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് മാറ്റി വെച്ച് ശേഷം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 7 കപ്പ് റൈസാണ് വേവിക്കാനായിട്ട് പോണത്. അതുകൊണ്ട് ഞാൻ ഓയിലൊന്നും മാറ്റിയിട്ടില്ല. ഇതിലേക്ക് ഞാൻ ഒരു 10 ഗ്രാമ്പൂ, 10 ഏലക്ക, ഒരു 4-5 പീസ് പട്ട, ഒരു ബേ ലീഫ്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പച്ചമണം പോകണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ ഒരു 7 കപ്പ് റൈസ് ഒരു 15 മിനിറ്റ് നന്നായിട്ട് കഴുകി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയത് അത് ഒന്ന് സ്ട്രെയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് പച്ചമണം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് ഒന്ന് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസ് നല്ലൊരു സ്മെല്ലും ഒന്ന് വിട്ട് കിടക്കണ പോലെ ഉണ്ടാവും ഈ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ. അതുവരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. റൈസ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. ഞാനിവിടെ 7 കപ്പ് റൈസിന് 1 കപ്പിന് 2 കപ്പ് എന്നുള്ള നിലയ്ക്ക് 14 കപ്പ് വെള്ളം ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് ഇവിടെ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് വെള്ളം ചൂടായിട്ട് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസിലേക്ക് എത്രയാണോ ഉപ്പ് ആവശ്യമുള്ളത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 14 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് വെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ച് റൈസ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് രമ്പയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് ചെയ്യേണ്ടതാണ് കേട്ടോ. ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് രമ്പയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ രമ്പയിലയും ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് രമ്പയിലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയിലയോ രമ്പയിലയോ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് ക്യാരറ്റും പൈനാപ്പിൾ എസൻസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണിയിൽ ക്യാരറ്റൊന്നും ചേർക്കാറില്ല, പക്ഷെ എനിക്കിഷ്ടമാണ് ക്യാരറ്റൊക്കെ ചേർക്കണത്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും കുറച്ച് പൈനാപ്പിൾ എസൻസും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിച്ച് ചോറ് വേവണ വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് മൂടി വെച്ച് വേവിക്കാനായിട്ട്. ബാക്കി റൈസിൻ്റെ വേവും കൂടിയും അപ്പോൾ കറക്റ്റായി കിട്ടും നല്ല ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി, നന്നായിട്ട് ബ്രൗൺ കളറായി വരണമെന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർക്കണത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചൊക്കെ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ ഒരു 10 എണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറണ വരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു കോഴി വൃത്തിയാക്കി കഴുകിയിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കൻ നന്നായിട്ട് വെള്ള കളറായി വരണ വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കനിലൊക്കെ ആവശ്യമുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ചിക്കനും നല്ല വൈറ്റ് കളറായി വരണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല വെള്ള കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പുളിയില്ലാത്ത തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം തൈരിൻ്റെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് മൂടി വെച്ച് വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സവാള ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊരിച്ച സവാള ചേർക്കുമ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ പുളിക്കനുസരിച്ച് വേണം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ദമ്മിടാനായിട്ട് ഇതിൽ നിന്ന് പകുതി ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പകുതി മാത്രമാണ് ഇപ്പോൾ ദമ്മിടാനായിട്ട് പോണത്. ബാക്കിയുള്ളത് നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് ദമ്മിടുകയുള്ളൂ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പകുതി ചിക്കൻ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പകുതി ചിക്കൻ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. ആ ഗ്രേവി ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ദമ്മിടാനായിട്ട് നോക്കാം.
ഇപ്പോൾ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ചിക്കൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് റൈസ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസിൽ നിന്ന് പകുതി ഞാൻ ദമ്മിടാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് റൈസ് കട്ടർ വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ചിക്കൻ്റെ മുകളിൽ ഒരു ലെയർ വരണ വിധത്തിൽ ഞാൻ ചോറ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ റൈസും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അണ്ടിപ്പരിപ്പും സവാള വറുത്തതും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ എസൻസ് ഒന്നും നിർബന്ധമില്ല കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്യാം. അതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അധികം മസാലകളൊന്നും ഇല്ലാണ്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും